ശ്രീ സുഭാഷ് ബാബു, ഇതുപോലെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതാ ഇവിടെ പൾസർ സുനിക്ക് ആരാധകരുണ്ട്. പൾസർ സുനിയെ എന്ത് വില കൊടുത്തും പുറത്തു കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതാ ഇപ്പോൾ സ്വീകരണം നടത്തിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇത്രയും പ്രമാദമായ ഒരു കേസ് ഈ രീതിയിൽ ചർച്ച ചെയ്തു. പക്ഷേ നോക്കൂ, ആ കേസിൽ പോലും വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്. നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ കോടതി പോലും ആ നടപടികളിൽ അത്ഭുതം കാണുകയാണ്, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുകയാണ്. ഇങ്ങനെ നീണ്ടുപോകുമോ എന്ന് നിർഭാഗ്യകരമെന്ന് കോടതിക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. അവിടെയാണ് ഒന്നാം പ്രതി ദാ ഇപ്പോൾ കോടതിക്ക് ജയിലിന് പുറത്തേക്ക് വരുന്നത്. ജയിലിനുള്ളിലായിരുന്നപ്പോൾ പോലും ഏതൊക്കെ വിധത്തിൽ കേസ് സ്വാധീനിക്കപ്പെടുന്നു, ഏതൊക്കെ തരത്തിൽ നിയമ പോരാട്ടം നടത്തി വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിരന്തരമായ ശ്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ പ്രധാന പ്രതി കൂടി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആശങ്കപ്പെടാൻ ഏറെ കാര്യങ്ങളുണ്ടോ? അദ്ദേഹം 7.5 വർഷം ജയിലിൽ കിടന്നിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനോട് അനുകമ്പാപൂർവമായ കോടതിയുടെ ഒരു വീക്ഷണമാണ്. പക്ഷെ ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഈ കേസ് 7.5 വർഷം താമസിച്ചു എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അതിന് ഡിലേ ചെയ്യാൻ, അതായത് ഇത് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത് ദിലീപിന്റെ ഭാഗത്ത്. ദിലീപിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ 57 പെറ്റീഷൻ അദ്ദേഹം ആകെ വിവിധ കോടതികളിൽ കൊടുത്തിട്ടുണ്ട് ഈ കേസ് സംബന്ധിച്ച്. അത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ശരിയാക്കണം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള കള്ളക്കേസാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ നോക്കിയെന്നും വീഡിയോ അദ്ദേഹം കണ്ടു എന്നും ഒക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് ആദ്യം പറയാത്ത പുതിയ അലിഗേഷൻ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഓരോ പ്രാവശ്യവും അദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട്. അതേമാതിരി തന്നെ പരാതിക്കാരിയും സുപ്രീം കോടതി വരെ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഹൈക്കോടതിയിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പോലും 4 പ്രാവശ്യം, എന്റെ ഓർമ്മയിൽ 4 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം കോടതിയിൽ പോയിട്ടുണ്ട്. കാരണം പ്രോസിക്യൂട്ടർ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രോസിക്യൂട്ടർ മാറി, അത് കഴിഞ്ഞ് പ്രോസിക്യൂട്ടറെ നിയമിക്കാതിരുന്നത്, അത് കഴിഞ്ഞ് ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അസാധാരണമായ ഒരുപാട് കാര്യങ്ങൾ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കോടതിയെ മാറ്റണമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് കോടതിയിൽ പോയിട്ട് അതിന്റെ വാദം കഴിഞ്ഞ് തീരുമാനമാകുന്നവരെ അവിടെ കിടക്കും. അങ്ങനെ ഇത് ചാർജ് ഷീറ്റ് കൊടുത്ത അവസരത്തിൽ തന്നെ അതിന് മറ്റേ ഇതിന്റെ കോപ്പി കിട്ടണമെന്ന് പറഞ്ഞിട്ട് പെൻഡ്രൈവിന്റെ കോപ്പി കിട്ടണമെന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് കേസ് എവിടം വരെ സുപ്രീം കോടതി പോയി. ഇതൊക്കെ ഒരുപാട് സമയം അപഹരിച്ച ഒരു പ്രക്രിയ. അത് മറ്റു കേസുകളിലൊന്നും ഇല്ലാത്ത രീതിയാണ്. കാരണം അതുകൊണ്ട് ഈ കേസിലെ ഇത്രയും താമസം വന്ന പ്രധാന കാരണം ഇത്രയും കൂടുതൽ നിയമയുദ്ധങ്ങൾ എല്ലാ ആൾക്കാരും പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് മറ്റു രീതിയിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടണമെന്ന് പറഞ്ഞ് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ പ്രധാനപ്പെട്ട ഈ പരാതിക്കാരിയായാലും പ്രോസിക്യൂഷൻ ആയാലും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായാലും ശരി, ഗവൺമെന്റിന്റെ ഭാഗത്തായാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെതായ ഒരുപാട് പരാതികൾ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിലേ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയുന്നതാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ചിലപ്പോൾ ഈ 7.5 വർഷം ഒക്കെ താമസിച്ചത്. 7.5 വർഷമൊക്കെ ഇത്രയും പ്രമാദമായ കേസ് താമസിക്കുന്ന ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പല മർഡർ കേസുകളും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രയലിന് വരുന്നതൊക്കെ നമ്മൾ കണ്ടു. 5 വർഷം 6 വർഷമൊക്കെ സാധാരണ ഇപ്പൊ പോലും കൊലക്കേസുകൾ താമസിക്കുന്നുണ്ടെന്നും നമുക്കറിയാം. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു എന്താ പറഞ്ഞത്, വളരെ പ്രത്യേക തരത്തില് ഇതുവരെ സംഭവിക്കാത്ത രീതിയിൽ അത്രയും സങ്കീർണത നിറഞ്ഞ ഒരു കേസാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ഡിലേ ആയത്. ആ ഡിലേ ആയത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ആരെയും എടുത്തെടുത്ത കുറ്റം പറയാൻ പറ്റില്ല. അതിനെല്ലാവരും ഭാഗപക്കാണ്. ഏറ്റവും കൂടുതൽ ദിലീപും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് എന്നുള്ളതിന് സംശയമുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനെ സാക്ഷി വിസ്താരം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ സാക്ഷിയെ സ്വാധീനിക്കണം എന്നുള്ള പ്രശ്നം വരുന്നില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നോക്കിയിട്ടായിരിക്കും കോടതി ജാമ്യം കൊടുക്കുന്നത്. പിന്നെ തന്നെയല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ നിയമം അനുസരിച്ചാണ്. പഴയ നിയമം അനുസരിച്ചിട്ട് ലൈഫ് വരെ കൊടുക്കാം ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റവാ 376 ഉണ്ട്. എന്നിരുന്നാൽ പോലും പഴയ നിയമത്തിൽ 436A, പുതിയ നിയമത്തിൽ 479. ഈ ഇതനുസരിച്ചിട്ട് പറയുന്ന മൊത്തം ഒരു പ്രതി ആ കേസിലെ ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന ശിക്ഷയുടെ 1/3 അനുഭവിച്ചു കഴിഞ്ഞാൽ, ആ റിമാൻഡ് പീരീഡ് അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം അദ്ദേഹത്തിനോടൊരു അനുകമ്പാപൂർവമായ നടപടി എടുക്കണം. പക്ഷെ ലൈഫ് അതേമാതിരി ഡെത്ത് സെന്റൻസ് ഉള്ള കേസിന് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ശരി, കോടതിയെ സംബന്ധിച്ചുള്ള ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. കാരണം ഇങ്ങനെ ഉണ്ട്, ഇത്രയും കഴിഞ്ഞു, ഏതായാലും ട്രയൽ കഴിഞ്ഞു.
ഇനിയിപ്പം ആർഗ്യുമെന്റ് ബാക്കി സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ള രീതിയിലാണ് ജാമ്യം കൊടുക്കുക. അതിനകത്തൊരു അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ തന്നെയും ഈ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് പുറത്തു വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പറഞ്ഞ പ്രകാരം ഇതിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതിനകത്ത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ, അയാളുടെ സിം ഉപയോഗിക്കേണ്ട വേറെ എത്ര പേര് ഫോൺ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും വലിയൊരു എന്താ പറഞ്ഞത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ ബെയിൽ കണ്ടീഷൻ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാക്ഷിയെ സ്വാധീനിക്കുക ഒരു സിം പോലും ഉപയോഗിക്കല് എന്ന് പറഞ്ഞാൽ പോലും ബന്ധപ്പെടാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ച സമയത്ത് എന്തൊക്കെ അവസരങ്ങൾ അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥകളിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്.